എന്താ മോളെ, എന്ത് പറ്റി? ഞങ്ങൾ എത്ര സമയം കൊണ്ട് വിളിക്കുന്നു അറിയാമോ? രാത്രി ഒരുപാട് സമയം പഠിച്ചു, അതുകൊണ്ട് എണീക്കാൻ വൈകി. അതുകൊണ്ട് എഴുന്നേക്കാൻ വൈകിയത്. മോൾ ഇത്ര നേരം എഴുന്നേക്കാത്തോണ്ട് ഇദ്ദേഹം ഞങ്ങൾ ഒരു വഴിയാക്കി കളഞ്ഞു. സൗമ്യ, പ്ലീസ് സൗമ്യ, ഞാൻ പറയണ ഒന്ന് കേക്ക് സൗമ്യ. എന്താ നീ എന്റെ അടുത്ത് മിണ്ടില്ല? അല്ല, രാത്രി നീ ഉറങ്ങിയോ? എവിടുന്ന് ഉറങ്ങാൻ? ഈ സ്വിമ്മിംഗ് ഡ്രസ്സിൽ നിന്നെ കാണാൻ നല്ല രസമുണ്ട്, നല്ല സുന്ദരിയാ. ഓക്കെ. സൗമ്യക്ക് ദേഷ്യം വന്നാ എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ ഓർത്തു നോക്കി. എന്തായാലും ദേഷ്യം വരുമ്പോഴും നീ സുന്ദരി തന്നെയാ. പറയുന്ന ഒന്ന് കേക്ക്. എന്റെ അടുത്ത് മിണ്ടണ്ട. എന്തായാലും ഞാൻ പറയുന്നത് നീ കേട്ടേ മതിയാവൂ. അത്രയും നേരം നിനക്കൊന്ന് ഫോൺ ചെയ്യാനായിട്ട്. നിന്നോട് സംസാരിക്കാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ലെന്ന് നിനക്ക് അറിയില്ലേ? സോറി സൗമ്യ, കൂട്ടുകാരന്മാരെ കാശ് മുഴുവൻ എടുത്തു വെച്ച് രാത്രി മുഴുവൻ എന്നെ കുരങ്ങെളുപ്പിക്കായിരുന്നു. പ്ലീസ്, ഈ ഒരു തവണത്തേക്ക് നീ എന്നോട് ക്ഷമിക്കണം. ശരിയെന്നോ? അത് പ്ലീസ് സൗമ്യ, ഞാൻ എന്തിനായിരുന്നു വിൽക്കുന്നെ? കാര്യം പറ. ഞാൻ നാട്ടിലേക്ക് പോവാ. അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞു. 2 ദിവസത്തിനകം വരും. പ്ലീസ്. മൈ ഗോഡ്, 2 ദിവസോ? അമ്മയ്ക്കല്ലേ സുഖമല്ല. അതായത് എന്തെങ്കിലും നീ വേഗം പോ, വേഗം വരണേ. ദൈവമേ, പെർമിഷൻ ഗ്രാൻഡഡ്. എടാ ചന്തു, നിന്നെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് ഒട്ടും കഴിയില്ല. 2 ദിവസം നിന്നെ കാണാതിരുന്നിട്ട് എനിക്ക് എന്തൊക്കെയോ പോലെ ആവുന്നു. എന്നാണ് നീ എന്നെ കാണാൻ വരുന്നേ? നിന്നെ കാണാതെ എനിക്ക് എന്തൊക്കെയോ പോലെ ആവുന്നു. വേഗം ഒന്ന് വാടാ. എന്താ മോളെ എന്നെ കണ്ടിട്ട് ഇങ്ങനെ പേടിച്ചെഴുന്നേൽക്കുന്നേ? അയ്യേ, അങ്ങനെയൊന്നുമില്ല. ആ, ഒന്നുമില്ലാന്ന് പറയുമ്പോ തന്നെ എന്തൊക്കെയോ ഉള്ളതുപോലെ. ആ ഫോട്ടോ അച്ഛനൊന്ന് കാണിക്കുക. അച്ഛനൊന്ന് കാണട്ടെ മോളെ. ഡാഡി, അത് പിന്നെ അതെന്ന് പറയുമ്പോ തന്നെ എന്തായാലും ഇത് പ്രേമമല്ലാതെ മറ്റൊന്നുമല്ലെന്ന് എനിക്ക് മനസ്സിലായി. ആ അടിപൊളി. ആ, എന്തായാലും ആള് ദുൽഖറിനെ പോലെ ഉണ്ടല്ലോ മോളെ. നല്ല രസമുണ്ട്. ആള് ഒരു പുലിയാണെന്നാണല്ലോ തോന്നുന്നത്. അയ്യോ, ഈ അച്ഛൻ പറയുന്ന പോലെ ഒന്നും അല്ല. എന്തായാലും അച്ഛൻ ഇഷ്ടായോ? ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാ നീ എന്നെ വിടുവോ? നീ ഏത് കോന്തനെ കണ്ട് ഇഷ്ടപ്പെട്ടാലും ഈ അച്ഛനും അത് ഇഷ്ടപ്പെടും മോളെ. നീ അവനോട് വീട്ടിലേക്ക് വരാൻ പറ. നാളെ തന്നെ വരാൻ പറയാ. എന്റെ അമ്മോ, നിന്റെ ധൃതി എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ നാളെ തന്നെ അവനോട് വീട്ടിലേക്ക് വരാൻ പറ. നീ എന്റെ പൊന്നു മോളല്ലേടി. ഒന്ന് വേഗം കണക്ഷൻ കൊടുക്കടാ. ഇതൊക്കെ കാണാനായിട്ട് ഞാൻ എത്ര നാളായി കാത്തിരിക്കാന്നറിയോ? എന്റെ അളിയ, എന്തായാലും ചന്തു നാട്ടിൽ പോയത് കൊണ്ട് ജയിലിൽ നിന്ന് പുറത്തു വന്ന പോലെ ഉള്ളൊരു ഫീലിങ്. അവനുള്ളപ്പോഴായിരുന്നെങ്കിൽ ഏത് കാര്യത്തിന് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അവൻ എൻജോയ് ചെയ്യത്തൂല, നമ്മൾ അതിനോട്ട് സമ്മതിക്കയില്ല. ഇപ്പോൾ നിങ്ങളെല്ലാം അത്ഭുതകരമായ ഒരു കാര്യം കാണാൻ പോവുകയാണ്. ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തരുന്ന കാര്യമാണ് കാണാൻ പോകുന്നത്. അളിയാ, ഫിഗർ ആണെങ്കിൽ അതാണടാ ഫിഗർ. കണ്ടിട്ട് എനിക്ക് കൊതിയാകുന്നടാ. ഇങ്ങനൊരു ഫിഗറിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. എടാ, ശരീരം മുഴുവൻ ഒരുമാതിരി വലിഞ്ഞു കേറുന്നടാ. എന്തു പറ്റിയടാ? എടാ, അവൻ ചെയ്തു വെച്ച പാപത്തിന് ഞാൻ ചവിട്ടി വീണടാ. നിന്റെ ഒരു കാര്യം ചന്തു, ചന്തു. ഹായ്. ഹായ് സൗമ്യ. നീ ഒന്ന് വേഗം താഴേക്ക് വാ, ഒരു ഗുഡ് ന്യൂസ് പറയാനുണ്ട് എനിക്ക്. ആ, അവിടെ തന്നെ നിൽക്ക്. ദേ വന്നു. വഴിന്ന് മാറാ. ഇപ്പൊ പറ. നമ്മുടെ കല്യാണക്കാര്യം ഞാൻ ഡാഡിനോട് പറഞ്ഞു. ആഹാ, ഡാഡി അതിന് സമ്മതിച്ചു. ഉടൻ തന്നെ നിന്നെ കൊണ്ടുവരാൻ പറഞ്ഞു.
പിന്നെന്താ താമസം? വാ 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 വാ. എടാ ഭാഗ്യം എന്ന് വെച്ചാൽ ചന്തുവിനുള്ളതാ. ഒരുപാട് സ്വത്തുള്ള ഒരു അച്ഛൻ ഒറ്റ മോള്, സുന്ദരിയായ പെണ്ണിനെ തന്നെ അവന് കിട്ടുകയും ചെയ്തു. പ്രേമം എന്ന് വെച്ചാ ഇതാടാ. ഡാഡ്, ആ ഇതാ ചന്തു. നമസ്കാരം അങ്കിൾ. നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചോണ്ടിരിക്കെ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം. ആ മോൻ ഇരിക്കേ. ആ എന്തേ നോക്ക്, എന്റെ മോളെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്നറിഞ്ഞു. ആട്ടെ, നിന്റെ സ്വന്തം സ്ഥലം എവിടെയാ മോനെ? നിന്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ എന്താ ജോലി? നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞങ്ങൾ വലിയ കുടുംബക്കാരൊന്നുമല്ല, വെറും പാവങ്ങളാ. ആ എന്ത്? നിന്റെ വേഷമൊക്കെ കണ്ടപ്പോ വലിയ ആളാണെന്നാ ഞാൻ കരുതിയത്. ഒന്നും ഇല്ലാത്തവനാണല്ലേ. ഇതൊക്കെ എന്താ വാടകെടുത്താ? നിന്നെ പോലുള്ള പയ്യന്മാരൊക്കെ ഇപ്പൊ ചെയ്യുന്നത് എന്താണെന്നറിയോ? ഒരുപാട് കാശുള്ള പെണ്ണിനെ വളച്ചിട്ടങ്ങ് കല്യാണം കഴിക്കുക. അവളുടെ ആസ്തിയും അന്തസ്സും കണ്ടിട്ടല്ല ഞാൻ അവളെ പ്രേമിച്ചത്, അവളുടെ നല്ല മനസ്സ് കണ്ടിട്ടാ. എന്റെ മോളെ നീ പ്രേമിച്ചു, അത് കുഴപ്പമില്ല. എന്നാ നീ അത് ആരുടെ മോളാണെന്നറിഞ്ഞപ്പോ അത് വിടണമായിരുന്നു. എന്നാ നീ അത് ചെയ്തില്ല. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഹ്, അവള് 10 മാസം ഉള്ളപ്പോഴാ അവളുടെ അമ്മ മരിച്ചത്. അതിനുശേഷം ഞാൻ കഷ്ടപ്പെട്ട് ഓരോ വീടുകളിൽ പോയി ഭിക്ഷയെടുത്താണ് അവളുടെ വിശപ്പ് ഞാൻ മാറ്റിയത്. പിന്നീട് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ കാശൊക്കെ ഞാൻ ഉണ്ടാക്കിയത്. എന്നിട്ടിപ്പോ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്ത നിന്നെപ്പോലെ ഒരുത്തനെ എന്റെ മോളെ കെട്ടിച്ചേരണോ അല്ലേ? സാർ മര്യാദയ്ക്ക് സംസാരിക്കണം. നിങ്ങളുടെ മോള് വിളിച്ചോണ്ടാ ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നേ. ഒന്ന് മതിയാക്കടാ. നീ ഒരാണാണെങ്കിൽ പണം സമ്പാദിച്ചതിന് ശേഷം എന്റെ മുന്നിലേക്ക് വാ. അപ്പോ എന്റെ മോളെ നിനക്ക് ഞാൻ കല്യാണം കഴിച്ചു തരാം. നിങ്ങളുടെ മനസ്സിലിരിപ്പ് എനിക്ക് മനസ്സിലായി. സമ്പാദിക്കാം. നിങ്ങൾ പറഞ്ഞതുകൊണ്ടല്ലെങ്കിലും എന്റെ സൗമ്യയ്ക്ക് വേണ്ടി ഞാൻ പണം സമ്പാദിക്കും. ഈ ചാലഞ്ച് ഞാൻ ഏറ്റിരിക്കുന്നു. ഗുഡ് ബൈ, ഞാൻ പോവാം. ഡാഡി, ചന്തു എവിടെ? എന്നോട് ചലഞ്ച് ചെയ്തിട്ട് അവൻ പോയിരിക്കാം മോളെ. സോറി ചന്തു, ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന്. അതിനിപ്പോ എന്താ, എല്ലാം നമ്മുടെ നന്മയ്ക്കല്ലേ. വീട്ടിലേക്ക്